നമുക്ക് ഇനി ചെയ്യാനുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സാറ് എങ്ങനെയാണ് ജനങ്ങളെ സമീപിച്ചതും നമ്മൾക്ക് കിട്ടുന്ന റിസൾട്ട് എങ്ങനെയായിരിക്കും നമ്മളെ അനുകൂലിച്ചുള്ള ഒരു റിപ്പോർട്ടായിരിക്കും കിട്ടുക, അതനുസരിച്ചിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും വിജയമായിരിക്കും അല്ലേ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്? 10 വർഷത്തെ 17-ാം വാർഡിലെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ അല്ലെങ്കിൽ പൊതുപ്രവർത്തനത്തിൻ്റെ ഒരു ഗുണം കിട്ടേണ്ടതാണ്. എനിക്ക് ജനങ്ങൾ എന്നെ എനിക്ക് തരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ ഓക്കെ നമ്മുടെ ഈ പ്രദേശത്തെ ജനങ്ങളുടെ ഒരു പൾസ് എങ്ങനെയാണെന്ന് സാർ മനസ്സിലാക്കിയിട്ടുണ്ടോ? പൾസ് എനിക്ക് അനുകൂലമായിട്ടുള്ളൊരു പൾസാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അനുകൂലമായ പൾസാണ് ഇപ്പോൾ നിലവിലുള്ളത്. ആരും നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിൽ ആരും ഉണ്ടായിട്ടില്ല. പോസിറ്റീവായിട്ടുള്ള പെരുമാറ്റവും അതുപോലെ തന്നെ അതങ്ങനെയുള്ളൊരു അംഗീകാരവും അവർ തരും. എൻ്റെ പ്രവർത്തനത്തിനുള്ള ഒരു അംഗീകാരം തരുമെന്ന് നമ്മുടെ എതിർ സ്ഥാനാർത്ഥിയെക്കുറിച്ച് പൊതുജനങ്ങളിൽ നിന്ന് എന്തെങ്കിലും പൾസ് നമുക്ക് കിട്ടാൻ അങ്ങനെ ഒരു ശ്രമം നടത്തിയിട്ടില്ല. അങ്ങനെ ഞാൻ ആളെക്കുറിച്ച് ഞാൻ അങ്ങനെ പറയുന്നത് ശരിയല്ല. കേട്ടാലുണ്ടെങ്കിൽ പോലും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ കാഴ്ചപ്പാടും രീതികളും ഉണ്ടാവും. അത് എൻ്റെ കാഴ്ചപ്പാടിൽ അദ്ദേഹത്തെ ഒരാളെയും ഞാൻ ഒരു കുറ്റപ്പെടുത്താനോ. പിന്നെ മറ്റൊന്നൊരു സാറും ഭാര്യയും 2 ടേമുകളിലായി മത്സരിച്ച് വിജയിച്ച് ഈ പ്രദേശത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു അവസരം തരൂ എന്ന് ഇവർ കക്ഷി ഒരിക്കൽ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു. അത് സ്വാഭാവികമായിട്ടും അത് രാഷ്ട്രീയപരമായിട്ട് അദ്ദേഹത്തിന് ഒരു തെരഞ്ഞെടുപ്പാകുമ്പോൾ അദ്ദേഹം മത്സരിക്കുന്ന 2 പേരും മത്സരിക്കുന്ന ഒരാൾക്ക് ജയിക്കാൻ പറ്റില്ല. അദ്ദേഹം ജയിക്കാനുള്ളത് ശ്രമം അദ്ദേഹം നടത്തുന്ന തെറ്റെന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ കഴിവ്, താല്പര്യം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രീതി. ഞാനും അതേപോലെ തന്നെയാണ്. ഞാനും ജയിക്കണം എന്നുള്ള രീതിയിൽ ഞാനും എൻ്റെ പ്രവർത്തനം ഇതൊക്കെയാണ്. ഞാൻ ഈ വാർഡിന് പറ്റുന്ന ഒരാളാണെങ്കിൽ എനിക്ക് ഞാൻ എൻ്റെ കുടുംബങ്ങളൊക്കെ നഷ്ടപ്പെട്ട് അങ്ങനെയാണ് പറഞ്ഞത്. അദ്ദേഹമാണ് ഈ വാർഡിന് ഗുണം ചെയ്യുന്നതെന്ന് അദ്ദേഹത്തിന് വോട്ടർമാർക്ക് തോന്നുന്നെങ്കിൽ അദ്ദേഹത്തെ ജയിപ്പിക്കാം. എനിക്ക് ഈ വാർഡിന് യോഗ്യതയും കഴിവുണ്ടെന്ന് ജനങ്ങൾക്ക് തോന്നുന്ന പക്ഷം എനിക്ക് വോട്ട് ചെയ്യാമെന്നാണ് ഞാൻ എൻ്റെ വോട്ടുമാർ. ഇപ്പോൾ നിലവിൽ നമുക്ക് ഇനി എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ട് പുതിയതായിട്ട് പ്രോജക്റ്റുകൾ അവതരിപ്പിച്ചിട്ട് ജനങ്ങളുടെ ആവശ്യപ്രകാരം എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു പ്ലാൻ പദ്ധതി ഉണ്ടോ? അല്ല, ഞാൻ തുടങ്ങി വെച്ച കുറേ പദ്ധതികളുണ്ട്. റോഡുകളുടെ പൂർത്തീകരിക്കാത്ത കുറേ റോഡുകളുണ്ട്. അതെല്ലാം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഒരു ശ്രമം നടത്തണം. ഒരു ഫണ്ടുകളുടെ അതൊക്കെ തീരുമാനിക്കുന്നത് വന്നതിന് ശേഷം ജയിച്ച് 13-ാം തീയതിക്ക് ശേഷം എന്നെ ഒരു പ്രസ്ഥാനമാണ് നിർത്തിയത്. പ്രസ്ഥാനം കൂടിയിട്ട് കൊണ്ട് ആ പ്രസ്ഥാനത്തിൻ്റെ താല്പര്യത്തിനും കൂടിയിട്ട് വേണമല്ലോ നോക്കാം. അപ്പോൾ അവരുടെ അതേം കൂടി ആ പ്രസ്ഥാനത്തിൻ്റെ അനുമതിയോട് കൂടി ഈ വാർഡിൽ ജയിച്ചു വരുന്ന പക്ഷം വാർഡിലെ വികസനമായാലും വ്യക്തിഗത ആനുകൂല്യങ്ങൾ വാങ്ങിക്കുന്ന കാര്യത്തിലും എന്നാൽ കഴിയാവുന്ന പ്രവർത്തിക്കും, ശ്രമിക്കും എന്നാണ്. പിന്നെ ഒരു ചോദ്യമുള്ളേ, നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഈ വാർഡിൻ്റെ പ്രതിനിധിയായിരുന്നു. സാറിൻ്റെ വൈഫും ഈ വാർഡിനെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്, സാറും പ്രതിനിധീകരിച്ചിട്ടുണ്ട്. അത് ഈ ഇത്രയും കാലയളവിൽ ഇനിയും ചെയ്ത് കൊടുക്കാത്ത ഏതെങ്കിലും ഒരു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇതുവരെ ചെയ്തു കൊടുക്കാത്ത പ്രോജക്റ്റ് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് റോഡുകളാണ്. പ്രധാനമായിട്ട് 2 റോഡാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് കോട്ടയക്കുളം കോരഞ്ചിറ പുത്തൻകുളമ്പ് കോട്ടയക്കുളം റോഡാണ്. പിന്നെ ഒന്ന് ഈ കൊട്ടടി വാൽക്കുളമ്പ് കൊട്ടടി റോഡാണ്. അത് 2നും ഇപ്പോൾ നിലവിൽ ഫണ്ട് ആയിട്ടുണ്ട്. ഇവിടെ ഒരു ജില്ലാ പഞ്ചായത്തിൻ്റെ വേറെ ഒരു ഫണ്ട് ഒരു 50 ലക്ഷം, പിന്നെ ഒരു ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു 10 ലക്ഷം, മൊത്തം ഒരു 70 ലക്ഷം രൂപയോളം ആ റോഡിൻ്റെ സൈഡ് പ്രൊട്ടക്ഷൻ കൾവട്ടുമായിട്ട് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അടുത്ത ഈ വേനലിൽ അത് ചെയ്യും. അതുപോലെ തന്നെ കേന്ദ്രത്തിൻ്റെ ഗ്രാമീണ പദ്ധതിയുടെ ഭാഗമായിട്ട് ഏകദേശം കംപ്ലീറ്റ് വർക്കും പൂർത്തീകരിക്കുന്ന രീതിയിലുള്ള റോഡ് അവിടെ പൂർത്തീകരിക്കാൻ ഇതിപ്പോൾ ടെൻഡർ കഴിയാനുള്ള നടപടികളൊക്കെ ആയിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് പൊതുവിലെ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് വിജയം ഗവൺമെൻറ്റിൻ്റെ നയങ്ങളും തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഗവൺമെൻറ്റിൻ്റെ ഇപ്പോൾ ഉള്ള പെൻഷനായാലും സ്ത്രീ സുരക്ഷാ സാമൂഹ്യ പെൻഷൻ കൊണ്ടുവന്നു, അതുപോലെ തന്നെ നെല്ലിൻ്റെ വില വർദ്ധിപ്പിച്ചത്, കർഷകരുടെ റബ്ബർ താങ്ങുവില നിശ്ചയിച്ചത്, ഗവൺമെൻറ് ജീവനക്കാർക്കാണെങ്കിലും അത് കൊടുത്ത് DA പ്രഖ്യാപിച്ച് ഇവർക്ക് ഇത് കൊടുത്തിട്ടുണ്ട്. ആശാ വർക്കർമാർക്കാണെങ്കിലും അംഗനവാടിക്കാർക്ക് എല്ലാ മേഖലയിലുള്ള കേരളത്തിലെ എല്ലാവർക്കും, വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള ജോലിയില്ലാത്തൊരു കുട്ടികൾക്ക് 30 വയസ്സുള്ള സ്കോളർഷിപ്പ് വരെ
ഏർപ്പെടുത്തിയിട്ടുള്ള അതെല്ലാം തീരുമാനങ്ങളെല്ലാം ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്നതാണ്. അതിൻ്റെ ഒരു ഗുണം ഈ തെരഞ്ഞെടുപ്പിലുണ്ടാകുന്നതാണ്. ഇപ്പോൾ ഇത് ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട് 992 കോടി രൂപ കുടിശ്ശിയുണ്ട്. അതിപ്പോൾ കൊടുക്കാൻ ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട് കുടിശ്ശിയേണ്ട 1000 കോടി രൂപ കടമെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഗവൺമെൻറ്. അത് കൊടുത്തു അത് ഈ ഏപ്രിലോടുകൂടി കൊടുക്കുന്നുള്ളതാണ് ഞാൻ എൻ്റെ ഒരു അറിവ്. അത് കൊടുത്തു തീർക്കാൻ തന്നെയാണ്. ഈ അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് ഏപ്രിലോടുകൂടി അത് കൊടുത്തു തീർക്കും. കുടിശ്ശിക കൊടുത്തു തീർക്കാൻ എന്നാണ് അറിവ്. ഓക്കെ. ഇപ്പോൾ എത്ര ശതമാനം വരെ നമുക്ക് ഒരു ഇപ്പോൾ നിലവിലെ വോട്ടിംഗ് ശതമാനം എത്ര എന്ന് പറയാം? ശതമാനം അതിൻ്റെ കണക്ക് മുഴുവനായിട്ട് കിട്ടിയിട്ടില്ല, എടുത്തിട്ടില്ല. അത് എടുക്കുന്നുള്ളൊരു ഇപ്പോൾ 2 ബൂത്തിലും കൂടി 1575 വോട്ടാണുള്ളത്. 1575. എത്ര പോൾ ചെയ്യും? പോൾ ചെയ്യുന്ന പ്രതീക്ഷിക്കുന്ന 1250 വരെ വോട്ട് പോൾ ചെയ്യുന്നതാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ 1100 കടന്നിട്ടുണ്ട്. ഓക്കെ. വോട്ടർമാർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എന്താ പറയാൻ? അത് റിസൾട്ട് വന്നിട്ടില്ല. ഇല്ലെങ്കിൽ പറയണം. അവർ എനിക്ക് ചെയ്ത വോട്ടർമാരോട് വോട്ട് ചെയ്ത വോട്ടർമാരോടും അതുപോലെ തന്നെ എനിക്ക് വേണ്ടി പ്രവർത്തിച്ചവരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കണ്ടേ. അവരുടെ എന്റെ വിജയമല്ലല്ലോ, അവരുടെ വിജയം. അവരുടെ വിജയമാണ്. അവരുടെ വിജയമാണ്, എൻ്റെ അല്ല. അവര് പ്രവർത്തിച്ചതും അവർ വോട്ട് ചെയ്തിട്ടാണ് ഞാൻ ജയിക്കുന്നത്. ഞാനൊരു വ്യക്തി മാത്രമേ ഉള്ളൂ, അവരൊരു പ്രസ്ഥാനമാണ്. ഒരു ഇന്റർവ്യൂ അനുമതി തന്നതിന് സാറിന് പ്രത്യേകം നന്ദി.